ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. നമോ നമ. ഇങ്ങനെ മാർഗമധ്യേ നിരൂപിച്ചേറ്റം മംഗളം സംഭ്രമത്തോടു അതിഭക്തിയ സന്ധ്യാസമയെ വ്രജത്തിനടുത്തപ്പോൾ അന്തരമെന്നിയെ കണ്ടിതക്രൂരനും ഗോപുരദ്വാരപഥതലേ രേണുവിൽ താപസസ്യമിൽ ഹൃദിസ്ഥിതൻ മാധവൻ തന്നുടെ പാതാരവിന്ദ പതനവും എന്നതിൽ ഭദ്രമത്സ്യാങ്കുശരേഖകൾ കണ്ടു. രഥേ നിന്നിറങ്ങിയ അക്രൂരനും ഉണ്ടായ മോദാൽ പൊടിവാരി മൗലിയിൽ നന്നായി അണിഞ്ഞിതു കേൾക്കടോ മന്നവാം. പന്നകഭൂഷണനാദികൾക്കും ഇത് വന്നുകൊള്ളുവാൻ പണിയെന്നോർത്തു നിത്യവും വന്ദിത പുരുഷനെ ഭജിച്ചിടുന്നു. പിന്നെ അക്രൂരനും തേരിലേറി ചെന്ന ഉന്നത ഭക്തിയാ പരമസന്തുഷ്ടനായി ചെന്നിതങ്ങമ്പാടി തന്നിലതു നേരം ഒന്നൊന്നേ കണ്ടാൻ വിശേഷം പലതരം കണ്ടു. ഓരോന്നു കേട്ടു ചെന്നുടൻ നന്ദാത്മജനെയോ രാമനെയും കണ്ടു. വന്ന സംപ്രീതിയോടെ പുളകാങ്കിതം തന്നകം കൊണ്ടതിഭാഗ്യമാന ക്രൂരൻ ഭക്തിയോടുത്താനവും ചെയ്തു. ശന്തനം തീറങ്ങി പരിഭ്രമചേതസാ ചെന്നു ബലനെയും കൃഷ്ണനെയും ഉടൻ വന്ദനം ചെയ്തു. പാദാന്തേ നമസ്കാരം ചെയ്തവൻ ഗദ്ഗദാൽ വീണു കിടന്നിതു. ദണ്ഡുപോൽ നാരായണ തന്നെ മറന്നൊരക്രൂരനെ വേഗേന രാമനും കൃഷ്ണനും ചെന്നെടുത്തു. ആഗതനായൊരക്രൂരനെ പുൽകിനാർ. പങ്കജ നേത്രണ്ട സംഗമം കൊണ്ടുടൻ പങ്കങ്ങൾ തീർന്നതി ശുദ്ധനായ ക്രൂരൻ വേദങ്ങളാരിഞ്ഞുകൂടായുന്ന വേദിത വേദ്യൻ പരൻ ഭുമാൻ ചിന്മയൻ ഭക്തിമാന്മാർക്ക് ഭാവിച്ച വണ്ണം തന്റെ ശക്തിയാ മായയിൽ നിന്നുളവാ ബ്രഹ്മം ഭക്തന അക്രൂരനെ പുണർന്നപ്പോഴേ ചിത്തത്തിൽ ആനന്ദം ഉണ്ടായതേറ്റവും. ചിത്തെ കുശലം വിചാരിച്ചു കൃഷ്ണനു ഒത്ത് കയ്യും പിടിച്ചന്തർഗൃഹം പുക്കു. പാദങ്ങ രണ്ടും കഴുകി മുകുന്ദനും മോദമോടു അർഘ്യാദി പൂജയും ചെയ്തുടൻ ചിത്രമാം ആസനെ വെച്ചിത ക്രൂരനെ ശുശ്രൂഷ ചെയ്തിതു രാമകൃഷ്ണന്മാരും. പിന്നെയും പൃഷ്ടമായി ഭോജനം ചെയ്യിപ്പിച്ചു. ഉന്നതാനന്ദേന ഗന്ധമാല്യാദികൾ താമ്പൂലമാദികൾ കൊണ്ടും ബലഭദ്രൻ ആമോദമോട് പൂജിച്ചത് അക്രൂരനെ നന്ദനും സന്തോഷചേതസാ ചൊല്ലിനാൻ ഹരേ നാരായണ